ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രീമി ആയിട്ടുള്ള ക്യാപ്പച്ചിനോൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ക്യാപ്പച്ചിനോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇൻസ്റ്റൻ്റ് എന്ന പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഇനി അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ പഞ്ചസാരയും ഈ കാപ്പിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 ടീസ്പൂൺ മാത്രം ചേർക്കാൻ പാടുള്ളൂ, വെള്ളം കൂടാൻ പാടില്ല. 1 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് നമുക്കിത് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, വളരെ എളുപ്പമാണ്. ഇനി ഇല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതും ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. സ്പൂൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ബൗളിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഒരു കപ്പിലോ ഗ്ലാസ്സിലോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് ഡ്രൈ ആയിട്ട് തോന്നും, കണ്ടില്ലേ, കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കണേ. അപ്പോൾ ഇതിലേക്ക് ഡ്രൈ ആണെന്ന് വെച്ചിട്ട് വെള്ളം ചേർക്കരുത്. കാര്യം എന്താ വെച്ചാൽ ഈ സമയത്ത് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലൂസായി പോവും. കാരണം ഇതിൽ നിന്ന് പഞ്ചസാര അലുത്തിട്ട് വെള്ളം വരാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് ഈ സ്റ്റേജിൽ ഒരിക്കലും വെള്ളം ചേർക്കരുത്. പഞ്ചസാര അലുത്ത് വരുന്ന ആ വെള്ളം കൊണ്ട് വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ വെള്ളം മാത്രം ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് അതുപോലെ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലുത്തിട്ട് ഇതിൻ്റെ കളറ് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു 1/2 ടീസ്പൂൺ വെള്ളം ചേർക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആവണേക്ക് മുന്നേ ഒരിക്കലും വെള്ളം ചേർക്കരുത്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് ലൈറ്റ് കളർ ഒന്നും കൂടെ ലൈറ്റായി വരാൻ തുടങ്ങും. അതുപോലെ ഒന്ന് ക്രീമി ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വെള്ളം ചേർക്കാമെന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ആ രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അല്ലാണ്ട് ഒരുമിച്ച് 1 ടേബിൾ സ്പൂൺ വെള്ളമൊന്നും ചേർക്കരുത്. അതുപോലെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക ഒരു സമയത്ത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. കണ്ടില്ലേ, ഇങ്ങനെ ബീറ്റ് ചെയ്യും തോറും അത് നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇത് നമുക്കൊരു 10-12 മിനിറ്റോളം എടുക്കും ഇങ്ങനെ ക്രീമി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് മൊത്തത്തിൽ ഒരു 3 ടീസ്പൂൺ വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിങ്ങനെ ക്രീമി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് 3 ടീസ്പൂൺ വെള്ളം മാത്രം മതി നമുക്ക്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. അതുപോലെ കളർ എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് കളറായിരിക്കും ഇതുപോലെ. അപ്പോൾ ഇതുപോലെ ക്രീമാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ക്രീം നമുക്ക് നമുക്ക് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്യാപ്പച്ചിനോ റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ക്രീമാണ് ചേർക്കണേ. അപ്പോൾ ഈ ക്രീം മൊത്തം നമുക്ക് വേണ്ട, ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മതി. പിന്നെ നമ്മൾ ലാസ്റ്റ് മേലെയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ക്രീം നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പാലാണ്, തിളപ്പിച്ചിട്ടുള്ള നല്ല ചൂട് പാലാണ് ചേർക്കണേ. അതൊന്ന് അടിച്ചെടുത്തിട്ടുള്ള പാലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. കുറച്ച് പതയൊക്കെ ഉള്ള പാല് ചേർക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം ഇട്ടങ്ങ് മിക്സ് ചെയ്യണ്ട. എന്നിട്ട് മേളിലും കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റൊക്കെ ചെയ്യാവുന്നതാണ്. എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നല്ല രീതിയിലൊക്കെ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ക്രീം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ക്യാപ്പച്ചിനോ റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ക്യാപ്പച്ചിനോ ഒന്ന് കാണിച്ചു തരാം. നല്ല ക്രീമിയാണ്, നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്